ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ കുറച്ച് അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് മൂവിയാണ്. ഒരു തമിഴ് ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. HMM ഹഗ് മീ മോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തത് ഒരു സീരീസാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സീരീസാണ്. അയൺ ഹേർട്ട് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഉള്ളത് 3 എപ്പിസോഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത 3 എപ്പിസോഡ്, മൊത്തം 6 എപ്പിസോഡുകളാണുള്ളത്. അടുത്ത 3 എപ്പിസോഡ് ജൂലൈ മാസം 1-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. കൗണ്ട് ഡൗൺ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ്. പിന്നെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. 3 എപ്പിസോഡുകളാണ് ഇപ്പോൾ ഈ സീരീസിൻ്റെ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത മലയാളം ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ലവ്ലി എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലായിരുന്നു നേരത്തെ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ പിന്നെ സിംപ്ലി സൗത്ത് വഴി ഇന്ത്യക്ക് പുറത്തായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ജൂൺ മാസം 27-ാം തീയതി. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. അഗത്തിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജീവ, അർജുൻ സർജ, അതുപോലെ തന്നെ റാഷി ഖന്ന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ഇതിന് മുമ്പേ തന്നെ OTT റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ സിംപ്ലി സൗത്തിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. 27-ാം തീയതി, ജൂൺ മാസം 27-ാം തീയതി ആണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു ആസാദി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ സിനിമ ജൂൺ മാസം 27-ാം തീയതി മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളത്. മനോരമ മാക്സിൽ മാത്രമല്ല, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്തായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. ജൂൺ മാസം 27-ാം തീയതി തന്നെയാണ്. അടുത്ത ഗിന്നസ് ബക്രു പ്രധാന വേഷം കൈകാര്യം ചെയ്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു 916 കുഞ്ഞൂട്ട് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നുള്ളതാണ്. ഈ ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സർപ്രൈസ് ആയിട്ടായിരിക്കും ഈ സിനിമ ആമസോൺ പ്രൈം റിലീസ് ചെയ്യുക. ചിലപ്പോൾ ഇന്നോ അല്ലെ നാളെയോ സർപ്രൈസ് ആയിട്ട് ഈ സിനിമ പിന്നെ ആമസോൺ പ്രൈമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലെയൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ, നിങ്ങൾ കാത്തിരിക്കുന്ന ഏതൊക്കെ സിനിമകൾക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.